ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോസ്റ്റൽ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ സമയം ഒരു 7:30 മണിയായിട്ടുണ്ടാവും. ഞാനിപ്പോൾ 7 മണിക്ക് അലാറം സെറ്റ് ചെയ്യുമെങ്കിലും 7:30 ആവും എണീക്കാൻ. അപ്പോൾ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ബ്രഷും പേസ്റ്റ് എടുത്തിട്ട് നേരെ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്നാലാണ് എൻ്റെ ഡേ സ്റ്റാർട്ടാവുക. പിന്നെ അത് കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ പുതപ്പൊക്കെ മടക്കി ആ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി രാവിലെ ഒരു 2-3 പേജെങ്കിലും വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ബുക്ക് മാർക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ക്യൂട്ടല്ലേക്കാണ്. അങ്ങനെ പിന്നെ വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം സ്ട്രെച്ച് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് കണ്ടുപിടിച്ചൊരു പുതിയൊരു അഡീഷനാണ് എൻ്റെ റൂട്ടീനിലേക്ക്. കാരണം ഇതിങ്ങനെ പിന്നെ എൻ്റെ റൂമിലാണെങ്കിൽ കുറച്ച് സ്പേസ് ഉള്ളൂ. പിന്നെ യോഗ മാറ്റൊക്കെ ഇട്ടിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ബെഡിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചുകളാണ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ 5 മിനിറ്റ് സ്ട്രെച്ചസ് ഇൻ ബെഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ സ്ട്രെച്ചസ് കിട്ടും. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഞാനിത് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ എടുത്ത് വെക്കും. കാരണം ഇല്ലെങ്കിൽ ഞാൻ പകുതി ബുക്കുകൾ ഇവിടെ വെച്ച് പോവും. പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ടൈമിന്. അതിനുശേഷം നമ്മളിപ്പോൾ ആ പെട്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ പെട്ടിയിലാണ് ഞാൻ ഡ്രസ്സെല്ലാം വെക്കുന്നത്. പുറത്ത് പോകുമ്പോൾ ഇടുന്നൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഒരു 5 മിനിറ്റ് ഒരു ആലോചനയാണ് എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത്. ഇതും ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ എടുത്ത് വയ്ക്കും. ബിക്കോസ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം ഒരു 8:30-9 മണിയാണ്. 10 മണിക്കാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഹറി ബറിയാവും. അപ്പോൾ അതിന് മുന്നേ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ റൂട്ടീൻ അങ്ങനെയാണ്. അങ്ങനെ ഫൈനലി നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടി. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബെഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, ജാം, പിന്നെ ഒരു മുട്ട പൊരിച്ചതും പിന്നെ ഒരു ഗ്ലാസ് ചായയും. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. റൂമിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ടൈം തീരെയില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ സ്കിൻ കെയർ ചെയ്യാം. ഇപ്പോൾ ഈ സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ നമ്മളെ റെക്കമെൻഡേഷൻസിലായാലും ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലും എല്ലായിടെയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് നമ്മൾ മുഖത്തൊന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോഡ്സിൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ അതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ആക്വാലോജിക്കയുടെ ഈ ഒരു ചുവപ്പ് കളർ സൺസ്ക്രീനാണ്. ഇത് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എനിക്ക് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇത് അത്ര വൈറ്റ് കാസ്റ്റ് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് അബ്സോർബ് ആവുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയി കോളേജിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ബാഗ് എടുത്തു, ഫോണൊക്കെ അതിൽ വെച്ച് നേരെ കോളേജിലേക്ക്. അങ്ങനെ പിന്നെ സമയം വൈകുന്നേരമായി. അപ്പോൾ ഒരു പപ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയും. നമ്മൾ ആ ഹോസ്റ്റലിൽ നിന്ന് കട്ടൻ ചായ മാത്രമാണ് ഈവനിങ് ഉള്ളൂ. അപ്പോൾ കട്ടൻ ചായയും പപ്സും ആവും. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. മുട്ട പപ്സും കട്ടൻ ചായയും ആവും. അതിനുശേഷം പിന്നെ കുളിച്ച് ഫ്രഷായി അലക്ക് കുളി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നു. കുറച്ച് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എനിക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി മാറി ഇരുന്ന് പഠിക്കുമ്പോഴാണ് എനിക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ ഇപ്പം നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിൽ അങ്ങനെ കുറേ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റൂം കഴിഞ്ഞ സ്റ്റഡി റൂം കഴിഞ്ഞ റൂം അങ്ങനെ റൊട്ടേഷനിൽ ഇരുന്നിരുന്നിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണിപ്പോൾ. ഞാനിപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫോണിൽ റീൽസ് കണ്ട് അങ്ങനെ കിടക്കുകയാണ്. പഠിക്കാനോ നോട്ട് എഴുതാനോ ഒന്നും എനിക്കൊരു മൂഡില്ല.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ റൂമിലും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റഡി റൂമിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് പേര് പഠിക്കുന്നത് കാണുമ്പോൾ എനിക്കതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.